അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 3 കപ്പ് ഇഡലി റൈസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇഡലി റൈസിന് പകരമായിട്ട് സാധാരണ പച്ചരി എടുത്താലും മതി. അപ്പൊ അതാ 3 കപ്പ് ഇഡലി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളവും ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ഇഡലി റൈസ് അളന്നെടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിരുമി ഇതുപോലെ കഴുകി എടുക്കാം. അപ്പം അരി നല്ലതുപോലെ 4-5 പ്രാവശ്യം തിരുമി കഴുകി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിരുമി നല്ലോണം കഴുകി എടുക്കുക. എന്നിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 7-8 മണിക്കൂർ ഇത് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇത് അരി കുതിർന്ന് വരുമ്പോൾ നല്ല വെള്ള കളറായി മാറും. മൂടി വെക്കാം. അപ്പൊ നമ്മൾ എത്ര കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതിന്റെ ആ ഒരു കപ്പിന്റെ അളവിൽ തന്നെ ഒരു 3/4 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ഉഴുന്നിട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഉഴുന്ന് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചൗരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരിയും ഉഴുന്നും അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ ചൗരി 1/2 കപ്പ് അളന്നെടുക്കുക. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ചൗരി അളന്നെടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഇതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുതിർക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വീർത്ത് സോഫ്റ്റായി വരും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച ഉഴുന്ന് ഫ്രിഡ്ജിലാണ് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പൊ 7 മണിക്കൂർ അരിയും ഉഴുന്നും ചവരിയും കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നന്നായിട്ട് അതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം കളയരുത്. ഈ ഉഴുന്നിന്റെ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പൊ അതാ കണ്ടില്ലേ, ചവരിയും നല്ല കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചവരിയിലുള്ള വെള്ളം കളഞ്ഞിട്ട് വേണം അരിയും ചവരിയും ഒന്നിച്ചാണ് അരയ്ക്കുന്നത്. ഉഴുന്ന് സെപ്പറേറ്റ് ആണ് അരയ്ക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുതിർത്തെടുത്തിട്ടുള്ള ഉഴുന്നാണ്. ആ വെള്ളം കളയാതെ ആ ഉഴുന്നിന്റെ വെള്ളത്തിൽ തന്നെയാണ് ബാക്കിയെല്ലാം അരച്ചെടുക്കുന്നത്. ഇനി കുതിർത്തെടുത്ത ഉഴുന്ന് ആദ്യം അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് ഇതുപോലെ അരച്ചിട്ടെടുക്കാം. നമ്മളിതിന്റെ പ്രത്യേകത ഉലുവയും ചോറും അവിലൊന്നും ചേർക്കുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് അരിയും ചവരിയും ഒന്നിച്ചാണ് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുന്നത്. അപ്പൊ അരിയുടെ കൂടെ തന്നെ ചവരിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇതില് നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് എടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അരച്ചെടുത്ത അരിയും ചവരിയും ഉഴുന്നിന്റെ കൂടെ ഒന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞു തരികളായിട്ട് വേണം അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കരുത്. നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞു തരികൾ പോലെ കിടക്കണം. അപ്പൊ 2ാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ബാച്ച് അരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാവിന് കുറച്ച് സോഫ്റ്റ് കിട്ടാനും നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ മാവ് ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
അപ്പൊ 7 മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പൊങ്ങി മാവ് വന്നിട്ടുണ്ട്. അടപ്പ് നമുക്ക് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ മാവ് കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പൊ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത്രയും മാവിന്റെ ആവശ്യമില്ല. പകുതി മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം, പകുതി നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പൊ പകുതി മാവ് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ സ്പൂണ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡാപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. ഈ ഒരു ഇഡ്ഡലിക്ക് സോഡാപ്പൊടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ, എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള്, 1-2 നുള്ള് സോഡാപ്പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മാവിലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ മാവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. എനിക്കിപ്പോൾ പകുതി മാവിന്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി മൂടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഉപ്പും സോഡാപ്പൊടിയൊന്നും ചേർക്കരുത്, എന്നാൽ പെട്ടെന്ന് തന്നെ പുളിച്ചു പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മാവ് പുളിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ ഉപ്പ് ചേർത്ത് തയ്യാറാക്കി വെക്കാം. ഇഡ്ഡലിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പില് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു തട്ട് വെച്ചുകൊടുത്ത്, തട്ട് ഒന്ന് ചൂടാവണം. ചൂടായതിനു ശേഷം ഇതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇഡ്ഡലി തട്ടിൽ നിന്നും ഇഡ്ഡലി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നമ്മൾ തട്ട് ചൂടായതിന് ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല ചൂടാണ്. നമ്മുടെ ഇഡ്ഡലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പൊ അതാ കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇഡ്ഡലി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്